ആലുവയിലെ കായിക പ്രേമികൾക്കായി ഫുട്ബോൾ മാമാങ്കം. മാർ അത്തനീഷ്യസ് അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷനാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 2025 ജനുവരി 5-ന് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ ജിൻസി ഫിലിപ്പ് നിർവഹിക്കും. മാർ അത്തനേഷ്യസ് അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് 2025 ജനുവരി 5-ന് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലും പുറത്തുമുള്ള മികച്ച 16 സ്കൂൾ ടീമുകൾ മാറ്റുരക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഭാരതത്തിന്റെ അത്ലറ്റിക് പ്രതിഭയും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ ഒളിമ്പ്യൻ ജിൻസി ഫിലിപ്പ് നിർവഹിക്കും. ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മലങ്കര യാക്കോബായ സഭയുടെ നിയുക്ത കാതോലിക്ക അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയാണ് മുഖ്യ പ്രഭാഷണം. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ആലുവ നഗരസഭാധ്യക്ഷൻ MO ജോൺ ടൂർണമെന്റിന്റെ പതാക ഉയർത്തും. ഒളിമ്പ്യൻ രാമചന്ദ്രനും FC കൊച്ചിന്റെ പ്രസിഡന്റ് PV പോളും ആലുവ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈനും ആശംസകൾ നേരും. എന്നാലും നമുക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള ഈ അക്കാദമികളെല്ലാം പല സ്കൂളുകളിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് എല്ലാ ടീമുകളും നല്ല സ്റ്റാൻഡേർഡുള്ള ടീമുകളാണ്. അപ്പോൾ തന്നെ 6 ടീമാണ് മലപ്പുറത്ത് നിന്ന് എൻട്രി ചോദിച്ചത്. നമുക്ക് 4 ടീമിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നല്ല ടീമുകൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നല്ല മത്സരം തന്നെ ഇത്തവണ ടീമുകൾ കാഴ്ചവെക്കുന്ന ഷുവറാണ്. പിന്നെ പറഞ്ഞ പോലെ മിനി ടൂർണമെൻറ്റ് നമ്മൾ ഇതിൽ മെയിൻ ടൂർണമെൻറ്റിൽ കളിക്കാൻ ചാൻസ് കൊടുക്കാൻ പറ്റാത്തവരെയാണ് നമ്മൾ കുന്നംകുളത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് മറ്റേ മെയിൻ ടൂർണമെൻറ്റിൽ 16 ടീമും മറ്റേ 10 ടീമും വെറ്ററൻസിൽ 6 ടീമുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.